ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഒരു കാര്യം പറയണമെന്ന് ഓർത്തുകൊണ്ട് വന്നായിരുന്നു. വേറെ ഒന്നുമല്ല, ഇപ്പോൾ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇതുണ്ട്. നമ്മുടെ സ്റ്റുഡൻറ്റ് വിസയിൽ ഒത്തിരി കുട്ടികൾ കാനഡയ്ക്ക് വരുന്നുണ്ടല്ലോ. അപ്പോൾ അവർ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടു. അപ്പോൾ ഇനിയാണെങ്കിൽ ആരെങ്കിലും വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അന്വേഷിച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടി. കാരണം പണ്ടത്തെ ഒരു അവസ്ഥയല്ല ഇപ്പോഴത്തെ. ഒരു 2 വർഷം മുമ്പുള്ളതിൽ ഒത്തിരി വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പിള്ളേർ കോഴ്സ് കഴിഞ്ഞിട്ട് അവർക്ക് ജോലി കിട്ടാൻ ബുദ്ധിമുട്ട്, അതുപോലെ ഒത്തിരി പിള്ളേർ കഷ്ടപ്പെടുന്നതായിട്ടുള്ളത് കേട്ടു. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഉള്ള കാര്യങ്ങൾ ആലോചിച്ച് നമ്മൾ എവിടെയെങ്കിലും പഠിക്കാൻ പോകുമ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ വന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ കയറി വരാനുള്ളൂ. ഇതാരും ഡീമോട്ടിവേറ്റ് ചെയ്യാനോ ഒന്നും വേണ്ടി ചെയ്യുന്നതല്ല. കാര്യം പറഞ്ഞ എന്നാന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഒത്തിരി എനിക്ക് അറിയാവുന്ന ഒത്തിരി ആൾക്കാർ ഇങ്ങനെ വിളിച്ച് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഒന്ന് തോന്നി അങ്ങനെ. കാരണം ഒത്തിരി പിള്ളേർ സഫർ ചെയ്യുന്നതായിട്ട് കണ്ടു. പിന്നെയാണെങ്കിലും വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു കൊല്ലത്തെ കോഴ്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 1 കൊല്ലമല്ലേ വർക്ക് പെർമിറ്റ് കിട്ടത്തുള്ളൂ ഇവിടെ. അതെല്ലാവർക്കും അറിയാമായിരിക്കും. 2 കൊല്ലത്തെ കോഴ്സെങ്കിലും മിനിമം വേണം 3 വർഷത്തെ വർക്ക് പെർമിറ്റ് കിട്ടാൻ. അപ്പോൾ 5 വർഷം. അപ്പോൾ 3 വർഷത്തെ വർക്ക് പെർമിറ്റോടെ കൂട്ടി 5 വർഷം. 5 വർഷത്തിനുള്ളിൽ ഇവിടെ നിൽക്കാൻ പറ്റിയാലാണ് നമുക്ക് PR അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ PR എന്നുള്ള ഒരു ഇതിലായിരിക്കില്ല മിക്കവാറും വരുന്നത് എല്ലാവരും. അപ്പോൾ അത് നമ്മൾ ഒരു കാര്യം അത് ശ്രദ്ധിക്കണം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് ഉള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ ലോൺ എടുത്തപ്പോൾ ഒരു 70% ആൾക്കാരും ലോൺ എടുത്ത് ഇവിടെ വന്ന് ജോലി കിട്ടിയതിന് ശേഷം വീട്ടാമെന്നുള്ള രീതിയിലായിരിക്കുമല്ലോ വരുന്നത്. പക്ഷേ അത് എത്രമാത്രം നമുക്ക് പറ്റും എന്നുള്ളതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ വേണം. വീട്ടിൽ ഒത്തിരി ബുദ്ധിമുട്ടുള്ള ആൾക്കാർ കാണും. നമ്മളിവിടെ വന്നിട്ട് എങ്ങനെ ഒക്കെ ഇത് ചെയ്താലും, നമ്മൾ എത്ര പിശുക്കി ജീവിക്കാൻ ശ്രമിച്ചാലും, ഒരു സ്റ്റുഡൻറ്റ് ഒരാൾക്ക് ജീവിക്കണമെങ്കിൽ എങ്ങനെ പോയാലും ഒരു 50,000 രൂപ ഒരു മാസം വേണ്ടി വരും. അത് ഇപ്പോൾ നമുക്ക് ഉടനെ ജോലി കിട്ടിയില്ലാത്തൊരു സാഹചര്യത്തിലും വീട്ടിൽ നിന്ന് കൊടുക്കാൻ സാഹചര്യമുള്ള കുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ട് വരത്തില്ല. പക്ഷേ അത് അല്ലാത്ത ആൾക്കാരുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്കൊരു പാർട്ട് ടൈം കിട്ടിയില്ല, അത് കിട്ടിയില്ല. ഇപ്പോൾ ഏത് പ്രൊവിൻസിലേക്കാണ് പോകണമെന്ന് നിങ്ങൾ വ്യക്തമായ ധാരണ ഉണ്ടായി അവിടെ ഉള്ളവരെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ഇതിനു വേണ്ടി ഒരു ഡിസിഷൻ എടുക്കാമുള്ളൂ. നമ്മളിപ്പോൾ ഒരു ഏജൻസി ചെന്ന് കഴിയുമ്പോൾ കാര്യങ്ങൾ ഒത്തിരി അവർ പറയും നമുക്ക് അത് കിട്ടും ഇത് കിട്ടും എന്നൊക്കെ. പക്ഷേ എനിക്കറിയത്തില്ല അവർ എങ്ങനെയാണ് ഒരാൾ കൺവിൻസ് ചെയ്യണമെന്നൊന്നും അതിനെക്കുറിച്ച് അറിയത്തില്ല. പക്ഷെ ജനറലായിട്ട് എനിക്ക് ഇങ്ങനെ തോന്നി. കാരണം ഒത്തിരി പേരുടെ ബുദ്ധിമുട്ടുകൾ കേൾക്കാൻ ഇട വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ എന്തായാലും ഇതിൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 പേരെങ്കിലും അറിയൂലോ എന്നുള്ള ഒരു ധാരണയിലാട്ടോ ഒരു വീഡിയോ ചെയ്ത്. ബുദ്ധിമുട്ട് നമുക്കിത് കേൾക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ എത്തി കഴിഞ്ഞ് പിള്ളേർ ഇത്രയും പൈസ മുടക്കി ഇവിടെ വന്നിട്ട് നാട്ടിലെ അവസ്ഥയും മോശമാവുന്നു, ഇവിടെയും ഒന്നും ചെയ്യാൻ പറ്റില്ല, അവർക്കും ആകെ ബുദ്ധിമുട്ട്, വീട്ടുകാർക്കും ബുദ്ധിമുട്ട് ഒക്കെ പോകുമ്പോൾ അതൊരു പ്രശ്നമായി മാറാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഇതപ്പോൾ നമ്മൾ അതിനൊരു വ്യക്തമായ ഒരു ധാരണ നിങ്ങൾ പോരുന്നതിന് മുമ്പ് മുൻകൂട്ടി കണ്ടുകൊണ്ട് മാത്രമേ. ഇപ്പോൾ ഈ കാനഡ മാത്രമല്ല, ഈവൻ UK ആണെങ്കിലും ഞാൻ കേട്ടു അവിടെ ഒത്തിരി പിള്ളേർ സഫർ ചെയ്യുന്നുണ്ട്. ഏത് രാജ്യത്തേക്ക് പോയാലും നമ്മൾ അതിനെ പിടിച്ചു നിൽക്കാനുള്ള ഒരു അടിത്തറ നമുക്കുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ കേട്ടോ എല്ലാവരും ഇതിന് ഇറങ്ങിത്തിരിക്കാമുള്ളൂ. ഇപ്പോൾ പോകാനിരിക്കുന്ന പിള്ളേരെ ഞാൻ ഡിമോട്ടിവേറ്റ് ചെയ്യാനോ അതിന് ഒന്നും വേണ്ടിയല്ല ഇങ്ങനെ പറഞ്ഞത്. അവർക്ക് അതിനെക്കുറിച്ചൊരു ആലോചിച്ച് നമുക്ക് പിടിച്ചു നിൽക്കാനുള്ളൊരു സമയം
ഉണ്ടാവണം എന്നുള്ള ഒരു ഇതിൽ വേണ്ടി മാത്രം ചെയ്തതാണ്. ബാക്കി നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് മാത്രം മുമ്പോട്ടൊരു തീരുമാനത്തിൽ പോവുക. അപ്പം ശരി.